Good afternoon. Okay, Anshana, and images relation of the good afternoon. Okay, Anvi. Okay, let's ready now. Questions ഒക്കെ പരിചയപ്പെടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതിന്റെ ആൻസർ ഒക്കെ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. കമന്റ് ചെയ്യണം കേട്ടോ ആൻസറുകളൊക്കെ. ചെയ്യില്ലേ? ആ ഓക്കെ. നമ്മള് മൊഡ്യൂള് 5ലെ 5ാമത്തെ ചാപ്റ്റർ കേട്ടോ. HRM സസ്പെൻസ് ഓഫ് ഇന്റർവ്യൂ ആണ്. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ നിലവിൽ ഇപ്പോ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യങ്ങളൊക്കെ കേട്ടോളൂ, അതിനനുസരിച്ച് ആൻസർ കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. An administrator of a hospital is handicapped without having the charge of dash. Same sentence ആണ് തന്നെ ചോദിച്ചത്. Without having what? Without having the charge of ഒരു hospital administrator അല്ലെങ്കിൽ ഒരു hospital administration is handicapped without having the charge of dash. എന്താണ് ഉത്തരം പറഞ്ഞേ? important answer. Okay, correct ആണ്. Human resource. അതല്ലേ നമ്മൾ ആദ്യം പഠിച്ച പോയിന്റ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് ഇല്ലാതെ ഒരു കാരണവശാലും അഡ്മിനിസ്ട്രേഷൻ എന്തല്ല കംപ്ലീറ്റ് ആവില്ല അല്ലെ? എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സസും ഒരുപോലെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അല്ലെ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ കേട്ട് നോക്കാം. Dash is the set of people who make up the workforce of an organization, business sector, industry or economy. ആരാണ് ആ സെറ്റ് ഓഫ് പീപ്പിൾ? ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട്, സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടേതായ സ്കില്ലും നോളജും അല്ലെ അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു കൂട്ടം ആളുകളെ നമ്മൾ പറയുന്ന പേരെന്താണ്? HR അല്ലെ? ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സസിന് പറയുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പേരുകളാണ് നമ്മൾ അവരെ പറയാനുള്ളത്? എന്തൊക്കെ പേരുകളാണ്? വെരി ഗുഡ്, കറക്റ്റ് ആണ്. മാൻ പവർ, സെലക്ഷൻ പറഞ്ഞ മാൻ പവർ. പിന്നെ എന്തൊക്കെയാണ്? പേഴ്സണൽ. ഓക്കെ, പോരട്ടെ. പിന്നെ ചെന്നെ പറഞ്ഞു ലേബർ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? ഇനിയുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? അസോസിയേറ്റ്സ്, പീപ്പിൾ. സിംപിളി നമ്മൾക്ക് പീപ്പിൾ എന്നൊക്കെ അവരെ വിശേഷിപ്പിക്കാം. ഇതെല്ലാം എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ് അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഹ്യൂമൻ റിസോഴ്സിനെ പറയുന്ന മറ്റ് പേരുകളാണ്. If the employee wish to leave the services, they have to submit dash to the organization. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും അവർ സബ്മിറ്റ് ചെയ്യേണ്ടി വരാൻ? ഇത് പഠിച്ചല്ലോ. അതായത് ഒരു എംപ്ലോയി ഒരു സ്ഥാപനം വിട്ടുപോവാൻ, ലീവ് ചെയ്യാനായിട്ട് അവർ തീരുമാനിക്കുകയാണെങ്കിൽ അവരൊരു ഫോം എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏത് ഫോമാണത്? ഏത് ഫോമാണ്? നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ്. വെരി ഗുഡ്, കറക്റ്റ് ആണ്. നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് അല്ലെ? അതായത് നമ്മൾ ലീവ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോ അതിൽ നിന്ന് അവർ എന്ത് ചെയ്യണം? നോ ഡ്യൂസ് സർട്ടിഫിക്കറ്റ് അവര് ഹാജരാക്കിയിരിക്കണം അല്ലെ? സബ്മിറ്റ് ചെയ്തിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പ്രത്യേകിച്ച് ഡ്യൂസ് ഒന്നും വരുത്തിയിട്ടില്ല എന്ന് സർട്ടിഫൈ ചെയ്യണം. സർട്ടിഫൈ ചെയ്താൽ മാത്രം ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സർട്ടിഫിക്കേഷൻ കിട്ടണം. അതില് ആരുടെ സൈനിൽ കൂടെ വേണം? നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റിന്റെ
ആ ഒരു സിഗ്നേച്ചറും കൂടെ അവിടെ ആവശ്യമാണ്. അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അത് നമ്മൾ ആ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് മാനുവൽ അറിയപ്പെടുന്ന പേരെന്താണ്? ഒരു വിശേഷണം നമ്മൾ പറയുള്ളൂ, എന്താണത്? ബൈബിൾ ഓഫ് HR. അതെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ബൈബിൾ ഓഫ് HR എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എന്ത്? ഹ്യൂമൻ റിസോഴ്സ് മാനുവലിന്റെ. ഓക്കെ, പിന്നെ വാട്ട് ആർ ദ ഡിഫറെന്റ് ഫേസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫേസസ് ഏതൊക്കെ? നമ്മൾ 4 ഫേസുകൾ അതിനകത്ത് പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു? പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്, റിക്രൂട്ട്മെന്റ് ഫേസ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ് ഫേസ് അല്ലേ? ഓക്കെ, 4 3 കേട്ടോ. ഒന്നല്ലേ നമ്മൾ പഠിച്ചത്? ഫേസസ് അല്ലെ, ഫേസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. 4 ഓക്കെ, നല്ല 4 കേട്ടോ. ഇതൊക്കെയാണ് പ്രീ റിക്രൂട്ട്മെന്റ് ഫേസ്, റിക്രൂട്ട്മെന്റ് ഫേസ്, പോസ്റ്റ് റിക്രൂട്ട്മെന്റ് ഫേസ്, പോസ്റ്റ് എക്സിറ്റ്. ഈ പറയുന്നതെല്ലാം തന്നെ HR മാനേജ്മെന്റിന്റെ ഫേസുകളാണ് അല്ലെ. ഓക്കെ, അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കാം. ഷെഡ്യൂൾ ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് മെയിൻറ്റൈൻഡ് ടു ഡാഷ്. ഷെഡ്യൂൾ ഓഫ് റിക്രൂട്ട്മെന്റ് ഈസ് മെയിൻറ്റൈൻഡ് ടു ഡാഷ്. നമ്മൾ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഷെഡ്യൂൾ തയ്യാറാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് തയ്യാറാക്കുന്നത്? എന്തിനായിരിക്കും? നമ്മള് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അതിന്റെ ഷെഡ്യൂൾ നമ്മൾ തയ്യാറാക്കുന്നത്. ഓക്കെ, റിഡ്യൂസ് ദ പ്രോസസ് കോസ്റ്റ്. അതെ, പ്രോസസ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മളവിടെ ഇന്റന്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം നമ്മൾ പഠിച്ചു, റിക്വസ്റ്റ് ഫോർ ടാലന്റ് അക്വിസിഷൻ അല്ലെ. അവിടെ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുന്നുണ്ട് but such intentions, however, if the request is found genuine, HR audit the initial process for recruitment start. But such intentions from all the departments are processed in a single structure to reduce the risk of administrative expenses involved in the manpower, time and resources. പറഞ്ഞൊരു കാര്യത്തെ പറ്റി അവിടെ സംസാരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ എന്തിനാണ് റിക്രൂട്ട്മെന്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്? ചിലപ്പോൾ മന്ത്ലി ഒക്കെ നമ്മൾ ഒരു മാസത്തേക്കൊക്കെ വരുന്ന എല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ആ ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത് നമുക്ക് ആ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ആ പ്രോസസ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യം റിക്രൂട്ട്മെന്റ് നടത്താന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെലവുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന് മുമ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നത്? ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഈസ് ദ അഗ്രസീവ് റിസർച്ച് ഓഫ് പ്രൊഫഷണൽസ് ആൻഡ് ഹാസ് റിസൾട്ടഡ് ഇൻ ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ്. നമ്മൾ ഹൗ ടു അക്വയർ എംപ്ലോയീസ് എന്ന് പറഞ്ഞ 8ഓളം പോയിന്റുകൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് പോയിന്റ് ആണ്? ആ പോയിന്റിൽ വരുന്ന ഒരു കാര്യമാണ് ഡാഷ് ഈസ് ദ അഗ്രസീവ് റിസർച്ച് ഓഫ് പ്രൊഫഷണൽസ് ആൻഡ് ഹാസ് റിസൾട്ടഡ് ഇൻ ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ്. നമ്മൾ ഇന്റർനെറ്റ് അഡ്വർടൈസിംഗ് മറ്റും കൊടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ്? ഇന്റർനെറ്റ് അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തിക്കൊണ്ട് നമ്മൾ എംപ്ലോയീസിനെ അക്വയർ ചെയ്യുന്നത് എന്തിലൂടെയാണ്? സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൂടെയാണ് അല്ലെ. അല്ലേ, ശരിയല്ലേ? സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിലൂടെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾക്ക് എക്സാമ്പിൾ എളുപ്പമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാലോ, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ഫേസ്ബുക്ക് അല്ലെ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ഇതൊക്കെ എന്താണ്? സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, during the probation period, the company monitors dash. നമ്മളൊരു പ്രൊബേഷൻ പീരീഡ് സമയത്ത് ട്രെയിനിങ്ങിൽ ഇരിക്കുന്ന ഒരു എന്താ പറയാ എംപ്ലോയിനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നുണ്ട്? അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ, എന്തൊക്കെ ആറ്റിറ്റ്യൂഡ്, കേപ്പബിലിറ്റി, ലീഡർഷിപ്പ്, ടീം വർക്ക്, ഡോക്യുമെന്റേഷൻ, ഇന്ററാക്ഷൻ വിത്ത് കൊളീഗ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മോണിറ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. What is the main purpose of shortlisting applications? അപ്ലിക്കേഷൻസുകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? ഓപ്ഷൻസ് കേൾക്കാം കേട്ടോ, അതിന്റെ ആൻസർ പറഞ്ഞാൽ മതി.
ഓപ്ഷൻ എ ഇതാണ്, ടു ഹയർ ദ ഫസ്റ്റ് 50 applicants. ഓപ്ഷൻ ബി, ടു മേക്ക് ദ ഇന്റർവ്യൂ പ്രോസസ് സിംപ്ലർ and more focused on suitable candidates. Option C, to collect as many resumes as possible. Option D, to avoid advertising the job opening. ഇതാണ് ആൻസർ വരിക. പറഞ്ഞേ, ഇതായിരിക്കും ആൻസർ വരിക. What is the purpose? Main purpose? ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. എന്താണ്? To make the interview process, നിന്നെ സെലക്ഷൻ കറക്റ്റ് ആണ്. To make the interview process simpler and for more focused on the suitable candidate. ഇന്റർവ്യൂ പ്രോസസ് കുറെ കൂടി സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത്, what is the difference between offer of appointment and appointment order? Offer of appointment appointment order തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താണ് വ്യത്യാസം? Option A, they are the same document. Option B, the offer is given first and the appointment order is issued after the candidate accepts and completes the joining formalities. Option C, the appointment order is a temporary contract while the offer is permanent. Option D, the offer is sent by email and appointment order is sent by the post. ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഒരാൾക്ക് തെറ്റി പോയിട്ടുണ്ട്. ഓപ്ഷൻ സി പറഞ്ഞത് ആരാ? ശ്രീലക്ഷ്മി അല്ലേ? ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നമ്മുടെ ചോദ്യം അപ്പോയിന്റ്മെന്റ് ഓഫറും അപ്പോയിന്റ്മെന്റ് ഓർഡറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അതായത് ഓഫർ ഈസ് ഗിവൺ ഫസ്റ്റ്. അതാണ് അന്ന് അത് കുറച്ചുകൂടെ അതായത് പറഞ്ഞത്. Appointment offer is issued. Appointment order is issued only after receiving appointment offer. ആദ്യം നമ്മൾ ഓഫർ ആണ് കൊടുക്കുക. ഓഫർ കൊടുക്കും. ആ ഓഫർ വേണമെങ്കിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ റിജക്ട് ചെയ്യാം. ഇനി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കൊടുക്കുള്ളൂ? അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കുള്ളൂ. ഓക്കെ, അതാണ് ആൻസർ വരുന്നത് കേട്ടോ. സി അല്ല. സി എന്തായിരുന്നു ഓപ്ഷനിൽ നോക്കിയേ? അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇസ് എ ടെമ്പററി കോൺട്രാക്ട് വൈൽ ദ ഓഫർ ഇസ് പെർമനന്റ്. അങ്ങനെ ഒരു കാര്യത്തെ പറ്റിയൊന്നും നമ്മൾ അതിനകത്ത് പറയുന്നില്ല അല്ലെ. കറക്റ്റ് ആൻസർ ബി ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്തത്, എ കൺസോളിഡേറ്റഡ് സാലറി, റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ആൻഡ് പ്രൊബേഷൻ പീരീഡ് ആർ ടിപ്പിക്കലി മെൻഷൻഡ് ഇൻ വിച്ച് ഡോക്യുമെന്റ്? അപ്പൊ നമ്മളുടെ മനസ്സിലേക്ക് ഒരുപാട് നമ്മൾ പഠിച്ച എല്ലാ ഡോക്യുമെന്റും നമ്മുടെ മനസ്സിലോട്ട് വരണം. എന്തൊക്കെയോ കുറെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇല്ലേ? എന്തൊക്കെ പഠിച്ചു നമ്മള്? ഇന്റർവ്യൂ ഫോം പഠിച്ചു, ഇന്റർ ഓഫീസ് മെമ്മോറാൻഡം പഠിച്ചു, അപ്പോയിന്റ്മെന്റ് ഓഫർ പഠിച്ചു, ജോയിനിങ് ഓർഡർ പഠിച്ചു അല്ലെ, അതുപോലെ അപ്പോയിന്റ്മെന്റ് കോൾ ലെറ്റർ പഠിച്ചു അല്ലെ. ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണം. ഈ പറയുന്ന ഡോക്യുമെന്റില് കൺസോളിഡേറ്റഡ് സാലറി, റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ, പ്രൊബേഷൻ പീരീഡ് ആർ ടിപ്പിക്കലി മെൻഷൻഡ് ഇൻ വിച്ച് ഡോക്യുമെന്റ്? ഏത് ഡോക്യുമെന്റിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ തരാട്ടോ. ഓപ്ഷൻ എ, ഇന്റർവ്യൂ കോൾ ലെറ്റർ. Option B, joining order. Option C, offer of appointment. Option D, exit interview form. ഏതാണ് ആൻസർ വരിക? പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് നമ്മൾ ആദ്യം തന്നെ പഠിച്ചത്. കുറെ കാര്യങ്ങൾ വായിച്ചത് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റിൽ ഒരു 19ഓളം ടേംസ് ആൻഡ് കണ്ടീഷൻസ് കംപ്ലീറ്റ് നമ്മൾ എഴുതി പഠിച്ചത് എവിടെയാ? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്. എന്നിട്ട് എല്ലാം പറയുന്നുണ്ട് അല്ലെ. ആ ഒരു സാലറി, 1% സാലറി എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അതിന്റെ റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ, പ്രൊബേഷൻ പീരീഡ് എത്ര മാസം, 5 മാസം, 6 മാസം പ്രൊബേഷൻ ആവുന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ കോൾ ലെറ്ററിലാണോ? കോൾ ലെറ്ററിൽ നമ്മൾ അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്താ? ജോയിനിങ് ഓർഡർ. ജോയിനിങ് ഓർഡർ ആര് കൊടുക്കുന്നത്? ജോയിനിങ് ഓർഡർ മാനേജ്മെന്റ് കൊടുക്കുന്നതാണോ? അല്ല, അതൊരു എംപ്ലോയി സബ്മിറ്റ് ചെയ്യുന്നതാണ് ജോയിനിങ് ഓർഡർ. അതിനകത്ത് അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ടോ? ഇല്ല. പിന്നെ എക്സിറ്റ് ഇന്റർവ്യൂ ഫോം, അങ്ങനെ ഒരു സംഭവം നമ്മൾ അതിനകത്ത് പഠിക്കാനില്ല, പക്ഷെ എങ്കിലും നമുക്ക് അറിയാം അല്ലെ. ഓക്കെ, അതിനകത്ത് വരുമോ? അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല. ഇനി എന്തിനകത്ത് വരുള്ളൂ? ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റിനകത്താണ് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ്, ഇതിലേക്ക് ചൂടെടുക്കണം.
Okay, please ശ്രദ്ധിക്കാം. If an employee performance is not satisfactory during probation, what can the company do? ചോദ്യം ശ്രദ്ധിക്കാം. If an employee performance is not satisfactory during probation. Probation സമയത്ത് എംപ്ലോയിയുടെ പെർഫോമൻസ് സാറ്റിസ്ഫൈഡ് അല്ലാന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ വാട്ട് ക്യാൻ ദ കമ്പനി ഡു? കമ്പനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ, terminate them immediately without notice. Okay. Option B, extend the probation period for another 6 months. Option C, reduce their salary. Option D, transfer them to a different department. Correct answer? Correct answer is B. Okay. Extend the probation period for another 6 months. അങ്ങനെയാണ് ക്ലോസിനായിട്ട് പറയുന്നത് അല്ലെ? പൊതുവെ അങ്ങനെ തന്നെയാണ് ചെയ്യുക. അതായത് ഇത്ര നാള് വരെ ട്രെയിനിങ് കൊടുക്കും. അപ്പൊ ആ സമയത്ത് അവര് വിചാരിച്ചത്ര റാങ്കിങ്ങിൽ എത്തിയിട്ടില്ലെങ്കിൽ അവർ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് കൂടി ആ പ്രൊബേഷൻ പീരീഡ് അവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഉടനടി തന്നെ ടെർമിനേറ്റ് ചെയ്യില്ല. നമ്മൾ പറഞ്ഞതനുസരിച്ച് എക്സ്റ്റെൻഡ് ദ പ്രൊബേഷൻ പീരീഡ് ഫോർ അനദർ 6 months. ഓക്കെ, ക്ലിയർ? അടുത്ത ചോദ്യം ഇതാണ്. വാട്ട് ഈസ് എ ജോയിനിങ് ഓർഡർ? വാട്ട് ഈസ് എ ജോയിനിങ് ഓർഡർ? നമുക്ക് നമ്മുടെ മനസ്സിൽ വരണം കേട്ടോ. ജോയിനിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ആര് സബ്മിറ്റ് ചെയ്യേണ്ടതാ? എംപ്ലോയി സബ്മിറ്റ് ചെയ്തത്. എപ്പോ സബ്മിറ്റ് ചെയ്യേണ്ടതാ? നമുക്കൊരു ഓഫർ ഒക്കെ കിട്ടി കഴിയുമ്പോൾ ആ ഓഫറിനകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ടാണ്, അതും നമ്മൾ ജോയിനിങ് ഡേറ്റിലാണ് ജോയിനിങ് ഓർഡർ സബ്മിറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് വേണം ആൻസർ പറയാനായിട്ട് കേട്ടോ. വാട്ട് ഈസ് എ ജോയിനിങ് ഓർഡർ? ഓപ്ഷൻ എ, a letter from the company ordering the candidate to join. Okay. Option B, a return confirmation from the candidate that they have accepted the offer and joined the organization. Option C, an internal memo about a new employee. Option D, a checklist of joining formalities. ഏതായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ബി is the right answer. Correct ആണ്. A return confirmation from the candidate that they have accepted the offer and joined the organization. അതായത് സിയും ഡി അല്ലാതെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നത് എ ആണോ എന്നൊരു കൺഫ്യൂഷൻ തോന്നാം. അതായത് ജോയിനിങ് ഓർഡർ എന്നൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ആണോ എന്ന് തോന്നും. എലക്ടർ ഫ്രം ദ കമ്പനി ഓർഡറിംഗ് ദ കാൻഡിഡേറ്റ് ജോയിൻ എന്നൊക്കെ കേൾക്കുന്നത് അതാണോ എന്ന് സംശയം. പക്ഷെ അതല്ല, നമ്മൾക്കറിയാം ഒരു അപ്പോയിന്റ്മെന്റ് ഓഫർ കൊടുക്കുമ്പോൾ അതിലെ കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് കൺഫേം ചെയ്തിട്ട് ജോയിനിങ് ഡേറ്റില് ആ ഒരു കാൻഡിഡേറ്റ് സബ്മിറ്റ് ചെയ്തു എന്നാണ് ഇത് ജോയിനിങ് ഓർഡർ എന്ന് പറയുന്നത്. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കറക്റ്റ് ആണ്. അടുത്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ ജോബ് ഡിസ്ക്രിപ്ഷൻ? നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ ഒരു ചോദ്യം 4 ഓപ്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോ ഈ ഓപ്ഷൻസ് കേട്ടില് അവിടെ ആൻസർ പറയല് മാത്രമല്ല, ഓരോ ഓപ്ഷൻസ് കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിക്കണം കേട്ടോ. നമ്മൾ ഒരു ചോദ്യത്തിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ചോദ്യം അതിന്റെ ആൻസർ മാത്രമല്ല നമ്മൾ പഠിച്ചു പോകേണ്ടത്. നമ്മൾ ആ ഒരു ചോദ്യം അതിന്റെ ആൻസർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പലതും നമ്മൾ അതിന്റെ കൂടെ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. വാട്ട് ഈസ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ? എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ? നമ്മൾ എന്താ പഠിച്ചേ? ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? അത് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് അല്ലെ. അതായത് ആ ഒരു വ്യക്തിയിലുള്ള ആ എംപ്ലോയിക്ക് നമ്മൾ കൊടുക്കുന്ന ചുമതലപ്പെടുത്തി കൊടുക്കുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ പറ്റി വിവരിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് JD അഥവാ എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ അതിനെ പറ്റി പഠിച്ച കാര്യം എന്താ? ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഒക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷെ ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ വരെയുള്ളത്, ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും താഴെ തട്ടിലുള്ള കാര്യങ്ങൾ വരെ ചെയ്യാനായിട്ട് ആ ഒരു എംപ്ലോയി ലൈബിൾ ആണ് എന്നൊക്കെയാണ് നമ്മൾ അവിടെ പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് ആൻസർ നോക്കുക കേട്ടോ. ഓപ്ഷൻ എ ഇതാണ്. A document describing the company's history. Option B, a base document outlining the duties and responsibilities of an employee. Option C, a form to appraise employee performance. Option D, a list of company holidays. Is that answer Vidya? B is the right answer. It is a base document that outlining the duties and responsibilities of an employee.
അല്ലെ? നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, JD തെറ്റി പോകില്ലല്ലോ, ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം ശ്രദ്ധിക്കാം. Which of these is considered a pre-employment verification activity? Which of these is considered a pre-employment verification activity? നമ്മൾ ഏതിന്റെ അണ്ടറിൽ അത് പഠിച്ചത്? ജോയിനിങ് ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് നമ്മൾ അവിടെ പഠിച്ചത് ഓർമ്മയുണ്ട്. ജോയിനിങ് ഫോർമാലിറ്റീസ്. ഈ ജോയിനിങ് ഫോർമാലിറ്റീസിന് തന്നെ പറയുന്ന മറ്റൊരു പേരല്ലേ പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, അല്ലെ? അതായത് നമ്മൾ സാധാരണ ജോലിക്കൊക്കെ വരുമ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? വെരിഫൈ ചെയ്യും. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ജോയിനിങ് ഫോർമാലിറ്റി, അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടെ പറയും. എന്താണ്? പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷൻ ആക്ടിവിറ്റി. അതിൽ എന്തൊക്കെയാണെന്ന് പ്രത്യേകം നമ്മൾ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്, അല്ലെ? അപ്പൊ ആൻസർ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് കേൾക്കാം. ഓപ്ഷൻ എ ഇതാണ്, പ്രൊവൈഡിങ് എ കമ്പനി ലാപ്ടോപ്പ്. അതാണോ? അല്ല. ഓപ്ഷൻ ബി, വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പ്രീവിയസ് എംപ്ലോയർ ചെക്സ്. ഓപ്ഷൻ സി, introducing the new employee to the team. Option D, assigning the first task. ഇതാണ് ആൻസർ വരിക. ഓപ്ഷൻ ബി അല്ലെ? ബി ആണ് ആൻസർ അല്ലെ? വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് പ്രീവിയസ് എംപ്ലോയർ ചെക്സ് അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നു? എംപ്ലോയിയുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നു. അതുപോലെ അവരുടെ മുന്നേ ഉണ്ടായിരുന്ന അവരുടെ എന്താണ് പ്രീവിയസ് എംപ്ലോയർ ചെക്സ്, എംപ്ലോയർ എംപ്ലോയർ, അതായത് അവര് വർക്ക് ചെയ്തിരുന്ന സ്ഥാപനത്തിലെ തൊഴിലുടമകളില്ലേ, അവരെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അവരോടൊക്കെ നമ്മൾ അന്വേഷിക്കും, അല്ലെ? ഇയാൾ എങ്ങനെയായിരുന്നു, എന്തൊക്കെയാണെന്നുള്ളത് അന്നേരം നമ്മൾ അവിടെ അന്വേഷിക്കും. അതൊക്കെ എന്തിന് വരുന്നതാണ്? പ്രീ എംപ്ലോയ്മെന്റ് വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്ന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ജോയിനിങ് ഫോർമാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യമാണ് കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കാം. The final assessment of a staff member's performance, especially after the probation period, is done through what process? ഒന്നുകൂടി ചോദ്യം ശ്രദ്ധിക്കാം. The final assessment of a staff member's performance, especially after the probation period, is done through what process? അതായത് ഒരു പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഫൈനൽ അസസ്മെന്റ് നടത്തുന്നത് എന്ത് പ്രോസസ്സിലൂടെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, റിട്ടേൺ ടെസ്റ്റ്. Option B, a performance appraisal. Option C, an informal chat with the manager. Option D, a peer review. The answer variya. Option B. അല്ലെ? ഓപ്ഷൻ ബി എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ? എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് പെർഫോമൻസ് അപ്രൈസൽ? ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് an employee's performance. നമ്മുടെ എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതിൽ അവസാനം അവരുടെ പ്രവേശനമൊക്കെ കഴിഞ്ഞിട്ട് മൊത്തത്തിൽ എങ്ങനെയായിരുന്നു ആ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ്, പിന്നെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ റിട്ടേൺ ടെസ്റ്റ് ആണോ? റിട്ടേൺ ടെസ്റ്റിലൂടെയാണ് ലാസ്റ്റ് കൺഫേം ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന മാനേജറുമായിട്ട് ചാറ്റ് ചെയ്തിട്ടാണോ അത് നമ്മൾ തീരുമാനിക്കുന്നതല്ല. പിയർ റിവ്യൂ, അത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളുടെ റിവ്യൂ എടുത്തിട്ടാണോ? അതും അല്ല. പിന്നെ എന്താണ്? പെർഫോമൻസ് അപ്രൈസലിലൂടെയാണ് നമ്മളത് കൺഫേം ചെയ്യുന്നത്. നമ്മൾ പ്രൊബേഷൻ പീരീഡിന്റെ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത്. അടുത്ത ക്വസ്റ്റ്യൻ, what are the potential outcomes of a positive HR appraisal? അതായത് പോസിറ്റീവ് ഔട്ട്കം എന്താണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. What are the potential outcomes of a positive HR appraisal after probation? പ്രൊബേഷന് ശേഷം ഒരു HR അപ്രൈസലിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഓൺലി എ സാലറി ഇൻക്രിമെന്റ്. ഓപ്ഷൻ ബി, ഓൺലി എ പ്രൊമോഷൻ. Option C, confirmation of the job and possibly a salary increment or promotion. Option D, an immediate transfer to another branch. എന്താണ് ആൻസർ വരിക? Which will be the right answer? എന്തായിരിക്കും? ഓപ്ഷൻ വേണോ? ഇവിടെ ഓപ്ഷൻ തന്നെ 5 പറഞ്ഞു കേട്ടോ. സി ആണ് കറക്റ്റ് ആൻസർ. കറക്റ്റ് ആണ് കേട്ടോ. കൺഫർമേഷൻ ഓഫ് ദ ജോബ്
and possibly a salary increment or promotion. അങ്ങനെ തന്നെയാണ് ടെക്സ്റ്റിൽ പറയുന്നത് അല്ലെ. അതായത് ജോബ് കൺഫേം ചെയ്യും, ചിലപ്പോ അവരുടെ പെർഫോമൻസിനനുസരിച്ച് ഒരു സാലറി ഇൻക്രിമെന്റ് ഉണ്ടായേക്കാം, പ്രൊമോഷൻ ഉണ്ടാവാം. എല്ലാം വന്നിട്ടുണ്ട് ആൻസർ അല്ലെ. സോ ഏതാണ് ആൻസർ? സി ഈസ് ദ റൈറ്റ്. ഓക്കെ. What does the term human capital refer to? What does the term human capital refer to? Option A, the total number of employees in a company. Option B, financial assets of the HR department. Option C, the knowledge and skills which individuals command. Option D, the physical infrastructure of a company. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉത്തരം ഏതാണ് വരിക? What does the term human capital? Human capital എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ കമ്പനി ആണോ? ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിന്റെ നമ്പർ ആണോ, ടോട്ടൽ നമ്പർ ആണോ ഉദ്ദേശിക്കുന്നത്? അതോ ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് ദ HR ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആസ്തി ആയിട്ടാണോ ഹ്യൂമൻ ക്യാപിറ്റലിനെ നമ്മൾ കണക്കാക്കുന്നത്? സംശയം വരുന്നുണ്ട് അല്ലെ. സി ഇതാണ് നോളജ് ആൻഡ് സ്കിൽസ് വിച്ച് ഇൻഡിവിജ്വൽസ് കമാൻഡ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസും കമാൻഡ് ചെയ്യുന്ന, ദാറ്റ് മീൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അവരുടെ നോളജ് സ്കിൽസിനെയാണോ അവിടെ ഉദ്ദേശിക്കുന്നത്? അതോ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് എ കമ്പനി? കുറച്ച് കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നുന്നത് അല്ലെ. ആരെങ്കിലും ആൻസർ പറഞ്ഞത്? ആരെങ്കിലും ആൻസർ പറഞ്ഞത്? എ ആണ് ആൻസർ പറഞ്ഞത് അല്ലെ. എയുടെ ആൻസർ പറഞ്ഞത് അതല്ല ആൻസർ. ഓപ്ഷൻ സി ആണ് നോളജ് ആൻഡ് സ്കിൽ വിച്ച് ഇൻഡിവിജ്വൽസ് കമാൻഡ്. അതാണ് റൈറ്റ് ആൻസർ കേട്ടോ. പക്ഷെ നമുക്ക് മറ്റുള്ളത് കേൾക്കുന്ന സംശയം തോന്നും അല്ലെ. ഓപ്ഷൻ എ എന്താ? ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് മൂലധനം എന്നുള്ള അർത്ഥമാണ് അല്ലെ. ക്യാപിറ്റൽ, ഹ്യൂമൻ ക്യാപിറ്റൽ മീൻസ് മനുഷ്യ മൂലധനം എന്ന് പറഞ്ഞാല് അവിടെ ഉദ്ദേശിക്കുന്ന മൂലധനം ശരിക്കും എന്താണ്? അവരുടെ സ്കില്ലാണ്, ശരിയല്ലേ? അവിടെ ക്യാപിറ്റൽ മീൻസ് മൂലധനം അഥവാ അസറ്റാണ്, ആസ്തിയാണ്. നമുക്ക് അവിടെ കിട്ടുന്ന അസറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റിയലി നമ്മൾ ചിന്തിച്ചാൽ എന്താണ്? ആ വ്യക്തികളുടെ കഴിവ്, അറിവ്, എക്സ്പീരിയൻസ്, ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ ആണല്ലോ. അപ്പൊ ആൻസർ ഏതാ? സി ആണ് കേട്ടോ, സി ആണ്. സോ എന്നോട് പക്ഷെ മറ്റുള്ള കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ഇൻ എ കമ്പനി, അത് ഒട്ടും കറക്റ്റ് ആൻസറേ അല്ല. ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിന്റെ ആകെ എണ്ണം ഒന്നും അല്ല അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ രണ്ടാമത് വേണമെങ്കിൽ നമുക്ക് പിന്നെയും കൺഫ്യൂഷൻ തോന്നാം. ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് ദി HR ഡിപ്പാർട്ട്മെന്റ്, HR ഡിപ്പാർട്ട്മെന്റ് സാമ്പത്തികമായിട്ടുള്ള അസറ്റ്. പിന്നെ നമ്മൾക്ക് ക്യാപിറ്റൽ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലാവും ഫിനാൻഷ്യൽ അസറ്റ് ആണ്, അസറ്റ് ആണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് ആൻഡ് സ്കിൽസ് വിച്ച് ഇൻഡിവിജ്വൽസ് കമാൻഡ്. ആ ഒരു വ്യക്തികൾ കമാൻഡ് ചെയ്യുന്നത്, അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അവരുടെ സ്കില്ല്, അവരുടെ നോളജ് അല്ലെ, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെയാണ് വരുന്നത്. സോ ആൻസർ സി ആണ് കേട്ടോ, സി ആണ് കേട്ടോ ആൻസർ. ഓക്കെ, കുഴപ്പമില്ല. പല ചോദ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ തോന്നും, സ്വാഭാവികമാണ്. പിന്നെന്താണ് അടുത്ത ചോദ്യം കേട്ടോ. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, who is typically responsible for addressing the interview panel for a junior management category staff? അങ്ങനെ കാറ്റഗറി എടുത്തിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് വലിയ വിഷമമില്ല. ചിലപ്പോ കാറ്റഗറിയിലുള്ള ആരെങ്കിലും പേരെടുത്ത് ചോദിക്കാം, എന്നിട്ട് അവരുടെ ഇന്റർവ്യൂ പാനലില് ആരാണ് അഡ്രസ് ചെയ്യാന്ന് ചോദിക്കുമ്പോ അപ്പൊ നമ്മളൊന്ന് എക്സ്ട്രാ കുറച്ചും കൂടെ ആഴത്തിൽ പഠിച്ചാലേ കിട്ടുള്ളൂ. ഇവിടെ പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി തലത്തില് ഇന്റർവ്യൂ പാനൽ ആരായിരിക്കണം, അല്ലെങ്കിൽ അഡ്രസ് ചെയ്യേണ്ട വ്യക്തി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ, ചെയർമാൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഓപ്ഷൻ ബി, നഴ്സിംഗ് സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട് ആൻഡ് കൺസേൺഡ് HOD. ഓപ്ഷൻ സി, ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ. ഓപ്ഷൻ ഡി, എ ന്യൂലി ജോയിൻഡ് ട്രെയിനി. എളുപ്പമാണ്. ബാക്കിയുള്ളത് മാത്രം, ബാക്കിയുള്ള ഓപ്ഷൻസ് പെട്ടെന്ന് റിമൂവ് ചെയ്ത ആൻസർ കിട്ടി നമ്മുടെ കയ്യിൽ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ശരണ്യമോൾ ആൻസർ കറക്റ്റ് ആണ്. അഞ്ജന ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. നഴ്സിംഗ് സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്രണ്ട്, കൺസൾട്ട് ഞാൻ പ്രത്യേകം അന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പ്രത്യേകം പഠിക്കുക തന്നെ വേണം. മറ്റുള്ളത് മനസ്സിലാക്കി പോയാൽ മതി. അത് പക്ഷെ നമ്മൾ അല്ലാണ്ട് തന്നെ പഠിച്ച് തന്നെ വെക്കണം കേട്ടോ. ഓരോ കാറ്റഗറി അതിൽ വരുന്ന ആൾക്കാര് അവർ അഡ്രസ് ചെയ്ത് ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സ്, അത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച് തന്നെ വെക്കണം കേട്ടോ. ഓക്കെ, അങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കാം. അടുത്തത് ഒരു കുറച്ച് നമ്മുടെ അറിവ് അളക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. The document specifies that a universal application form, ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോമിനെ പറ്റിയിട്ട് അവിടെ പറയുന്നുണ്ട്.
എപ്പോഴാ പറഞ്ഞത് നമ്മള് അതായത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് കാൻഡിഡേറ്റ് വരുന്ന സമയത്ത് നമ്മള് അവരുടെ റെസ്യൂമിനോടൊപ്പം ഒരു അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നു എന്ന് പറയും അല്ലെ. അതൊരു യൂണിവേഴ്സൽ അപ്ലിക്കേഷൻ ഫോം ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അതിന്റെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഉള്ളത് കൊണ്ടാണ് അതിന് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്, the document specify that the universal application form should be maintained. അവിടെ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് പ്രൈമറി പർപ്പസ്? എന്താണ് അതിന്റെ പ്രൈമറി പർപ്പസ് എന്നാണ്. അത് നമ്മളോടുള്ള ചോദ്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ ഇതാണ്, ടു സർവ് എസ് എ ലീഗൽ കോൺട്രാക്ട്. ഓപ്ഷൻ ബി, ഫോർ ഈസി ഐഡന്റിഫിക്കേഷൻ and shortlisting with the essential information. Okay. Then option C, to be used for all the government-related paperwork. Option D, to replace the need for a detailed biodata. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണല്ലേ. കാര്യം ആ ഒരു ആൻസർ വരുന്ന കാര്യം ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട്. For easy identification and shortlisting with essential information. അല്ലെ, ശരിയായ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്ന രീതിയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനും പെട്ടെന്ന് ആളെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ ഫോം അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാര്യം ഈ കാൻഡിഡേറ്റ് ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ എത്തുന്നതിന് മുമ്പേ തന്നെ പാനൽ മെമ്പേഴ്സിന് അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിലാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഫോം അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദി സജസ്റ്റഡ് ടൈം ഫ്രെയിം ടു allow for the advertisement responses to attract a wider range of candidates? What is the suggested time frame to allow for advertisement responses to attract a wider range of candidates? Option A, 1 to 2 days. 1 തൊട്ട് 2 ദിവസം വരെയാണോ? Option B, 3 to 5 days. Option C, 10 to 15 days. Option A, 1 month. ഏതാണ് ആൻസർ വരിക? ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അഞ്ജന, ശ്രീലക്ഷ്മി, നിമി ജോസ് ഒക്കെ കറക്റ്റ് ആണ് ആൻസർ. 10 to 15 days. 10 തൊട്ട് 15 ദിവസം വരെ കേട്ടോ. നമ്മളത് പറഞ്ഞില്ലേ, അഡ്വർടൈസ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് പല നമ്മൾ കാൻഡിഡേറ്റ്സ് തന്നെ പലതരത്തിലുണ്ടെന്ന് നമ്മൾ അവിടെ പറയുന്നത്. ജോലി അത്ര അത്യാവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഉടനടി അഡ്വർടൈസ്മെന്റ് കണ്ടാൽ ഉടനടി എന്ത് ചെയ്യും? അന്നേക്ക് അന്ന് തന്നെ അതിന്റെ റെസ്യൂം അയക്കും. അതേസമയം വേറൊരു കാറ്റഗറി ഓൾറെഡി ജോലിയുള്ള ആൾക്കാരാണ്, പക്ഷെ ഇപ്പൊ കുറച്ചും കൂടെ ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യും? ചിലപ്പോ ഒരു പക്ഷെ ഒരു 1-2 ദിവസങ്ങളൊക്കെ എടുത്തിട്ടാവും ചെയ്യുന്നത്. മറ്റു ചില ആളുകളുണ്ട് ഓൾറെഡി നല്ല ടോപ്പ് ലെവലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാവും. അവർക്ക് ആ ജോലിയിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന, കുറച്ചും കൂടി കരിയർ ഡെവലപ്മെന്റ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയോ? ആ അഡ്വർടൈസ്മെന്റിനെ പറ്റി നന്നായിട്ട് അന്വേഷിക്കും. അന്വേഷിച്ച് അതിന്റെ സാധ്യതകളൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയിട്ടാണ് അവർ റെസ്യൂം അയക്കുന്നത്. അങ്ങനെ 3 കാറ്റഗറി ഓഫ് ആളുകൾ ഉണ്ട് എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാറ്റഗറിനെയും കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തു പോകുന്ന രീതിയിൽ നമ്മളൊരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ സാധാരണ 10-15 ദിവസം റെസ്പോൺസിന് വേണ്ടി കൊടുക്കാറുണ്ട്. അതിനുശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നീട് അഡ്വർടൈസ്മെന്റ് നമ്മൾ അങ്ങനെയല്ലേ പറയാം, 10-15 ദിവസത്തിനുള്ളിൽ റെസ്യൂം അയക്കാനായിട്ട് അത്രയും ദിവസം കൊടുക്കുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് എന്തിനു വേണ്ടിയിട്ടാണ്? കവറേജ് ഓൾ കാറ്റഗറീസ് ഓഫ് കാൻഡിഡേറ്റ്സ്, എല്ലാ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനെ കവർ ചെയ്യും. ഓക്കെ, അടുത്ത ചോദ്യം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ഡ്യൂറിംഗ് എൻ എംപ്ലോയീസ് റെസിഗ്നേഷൻ പ്രോസസ്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ഡ്യൂറിംഗ് എൻ എംപ്ലോയീസ് റെസിഗ്നേഷൻ പ്രോസസ്? എന്താണ് അതിന്റെ പർപ്പസ് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എ തരാം. ഓപ്ഷൻ എ ഇതാണ്, ഇറ്റ് കൺഫേംസ് ദ എംപ്ലോയി ഹാസ് നോ പെൻഡിംഗ് വർക്ക്. Option B, it is a certificate of appreciation. Option C, it confirms the employee has returned all company property and has no outstanding financial dues. Option D, it is a medical fitness certificate. ഏതാണ് ആൻസർ? സി ആണ്. ഓക്കെ, അഞ്ജന, നിമി കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. ഓപ്ഷൻ സി അല്ലേ, ഇറ്റ് കൺഫേംസ് ദ എംപ്ലോയി ഹാസ് റിട്ടേൺ, എല്ലാ കമ്പനി പ്രോപ്പർട്ടികളും
എംപ്ലോയി തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഡ്യൂസ് ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള നോട്ടീസ് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത്. ഓക്കെ, ക്ലിയർ? നമ്മള് ഈ സ്റ്റാഫ് റിക്വയർമെന്റ് നമ്മൾ ഇന്റർവ്യൂ പാനൽ മെമ്പേഴ്സിനെ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എംപ്ലോയീസിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചല്ലോ. അതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഏതൊക്കെയായിരുന്നു? ജൂനിയർ മാനേജ്മെന്റ് കാറ്റഗറി, മിഡിൽ മാനേജ്മെന്റ് കാറ്റഗറി, അല്ലെ? പിന്നെ ഏതായിരുന്നു വന്നത്? ലോവർ കാറ്റഗറി. 3 ഇങ്ങനെയാണ് കേട്ടോ. ലോവർ കാറ്റഗറി സ്റ്റാഫ്, ജൂനിയർ ഓർ മിഡിൽ കാറ്റഗറി സ്റ്റാഫ്, ടോപ്പ് മാനേജ്മെന്റ്, അങ്ങനെയായിട്ട് ടോപ്പ് കാറ്റഗറി സ്റ്റാഫ്, അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ അവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമ്മള് ഒരു എംപ്ലോയിനെ മീൻസ് നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷനെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് എന്തൊക്കെ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്? എന്തൊക്കെ പാരാമീറ്റേഴ്സുകളെ ബേസ് ചെയ്തിട്ടാണ്? എന്തൊക്കെയായിരുന്നു? ക്വാളിഫിക്കേഷൻ ഉണ്ട്, സാലറി റേഞ്ച് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, ജോയിനിങ് ടൈം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത്തരത്തിലുള്ള കുറെ പാരാമീറ്റേഴ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കൺസിഡർ ചെയ്യുന്നുണ്ട്. 2 കാര്യങ്ങൾ, 2 പാരാമീറ്റേഴ്സുകൾ 2 ഇതായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അപ്ലിക്കേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലി ഉപയോഗിക്കുന്ന പാരാമീറ്റർ എന്ന് പറയുമ്പോൾ അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ ഏജ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, പേഴ്സണാലിറ്റി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇതിന് ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അവരെ വിലയിരുത്തുന്നത് മറ്റു പല പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെ 2 വ്യത്യസ്ത പാരാമീറ്ററുകളെ, വ്യത്യസ്തം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും 2 രീതിയിലുള്ള പാരാമീറ്റേഴ്സിനെ പറ്റിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ പഠിക്കുമ്പോഴും വായിക്കുമ്പോഴൊക്കെ അതേ രീതിയിൽ ശ്രദ്ധിച്ച് വായിക്കണം. ഓക്കെ, vacancies in a running hospital can arise due to what reason? Vacancies in a running hospital can arise due to what reason? എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഒരു റണ്ണിംഗ് ഹോസ്പിറ്റലിൽ വാക്കൻസികൾ ഉണ്ടാവുന്നത്? ഓപ്ഷൻ എ, ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ഡ്യൂ ടു ഹൈ പേഷ്യന്റ് നമ്പേഴ്സ്. പറഞ്ഞുകൊണ്ടിരുന്നത് വാക്കൻസീസ് ഇൻ എ റണ്ണിംഗ് ഹോസ്പിറ്റൽ ക്യാൻ അറൈസ് ഡ്യൂ ടു വാട്ട് റീസൺ? എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വാക്കൻസികൾ ഉണ്ടാവുന്നത്? അല്ലെ, നമ്മൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ഓപ്ഷൻ എ, ഷോർട്ടേജ് ഓഫ് സ്റ്റാഫ് ഡ്യൂ ടു ഹൈ പേഷ്യന്റ് നമ്പേഴ്സ്. ഓപ്ഷൻ ബി, ഗ്രൂപ്പ് റെസിഗ്നേഷൻ ഓർ ടെർമിനേഷൻസ്. ഓപ്ഷൻ സി, അഡീഷൻ ഓഫ് ന്യൂ ഡിപ്പാർട്ട്മെന്റ്സ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ഏതാണ് കറക്റ്റ് ആൻസർ? പറഞ്ഞേ, കറക്റ്റ് ആൻസർ ഏതാണ്? ഡി. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നിമ്മിയുടെ ഒരു കാര്യം പറയാൻ പറ്റുമോ? നിമ്മി ഇവിടെ പാലിയത്ത് ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ? ഉത്സവത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതിര മിസ്സിനെ കണ്ടു, എല്ലാവരും അന്വേഷിച്ചതായിട്ട് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പറയാൻ വിട്ടുപോയിട്ടാണ്. ഇനി കുട്ടികളെയൊക്കെ കൊണ്ട് കാണാൻ വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനത് വിട്ടുപോയി പറയാനായിട്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അടുത്തത്, what does walk-in candidates refer to?
What does walk-in candidates refer to? Option A, candidates who live close to the hospital. Option B, candidates who apply for a job in person without a prior appointment. Option C, candidates who are referred by the current employees. Option D, candidates who are interviewed over a video call. എന്താണ് ആൻസർ പറഞ്ഞേ? അതോടെ വായിക്കണോ? ചോദ്യം കൊണ്ട് വായിക്കണോ? ശ്രദ്ധിച്ചു കേട്ടോ. What does the ചോദ്യം ശ്രദ്ധിക്കാം കേട്ടോ. What does the walk-in candidates refer to? Walk-in candidate എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ? Option A, candidates who live close to the hospital. അതാണോ? അത് ഓപ്ഷൻ ബി പറയുന്നത് candidates who apply for a job in person without a prior appointment. Option C, candidates who are referred by current employees. Option D, candidates who are interviewed over a video call. എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ബി. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. Candidates who apply for a job in person without a prior, അതാണ് അങ്ങനെയുള്ളവരെയാണ് നമ്മൾ walk-in candidate വെച്ചാൽ. ഒരു walk-in candidate നമ്മൾ walk-in ഇന്റർവ്യൂ ഒന്നും കിട്ടില്ല. നമ്മൾ പ്രത്യേകിച്ച് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നടക്കുന്ന ഇന്റർവ്യൂ ആണോ അത്? അല്ല, അല്ലെ? അതാണ് പറയുന്നത്. അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കുന്നില്ല, പ്രീ പ്ലാനഡോ അല്ല, ഷെഡ്യൂൾഡോ ഒന്നും അല്ല. പ്രത്യേക സ്പോട്ട് പറയുന്നു, അവിടെ ഒരു walk-in ഇന്റർവ്യൂ നടത്താണ് അല്ലെ. അപ്പൊ അവിടേക്ക് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ആളുകൾക്കും ആ ഒരു ഇന്റർവ്യൂവിന്റെ ഭാഗമാണ്. അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടല്ല ചെയ്യും. സോ ബി ഇസ് ദ കറക്റ്റ് റൈറ്റ് ആൻസർ. ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നില്ല, പക്ഷെ ഞാൻ ക്ലാസ് എടുത്തൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടോ നോക്കട്ടെ. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. An exit interview form is listed in the HR manual index. When is this typically used? എപ്പോഴാണ് നമ്മൾ എക്സിറ്റ് ഇന്റർവ്യൂ ഫോം ഉപയോഗിക്കുന്നത്? പേരിങ്ങനെ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും കേട്ടോ. ഓപ്ഷൻ എ, when an employee is hired. Option B, when an employee is promoted. Option C, when an employee resigns or it is terminated. Option D, at the end of each year. എന്താണ് ആൻസർ വരിക? ഇതാണ് സി. സി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അഞ്ജന നിന്നി കറക്റ്റ് ആണ്. ഓക്കെ, ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. When an employee resigns or is terminated. എംപ്ലോയി റിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെ, അല്ലെങ്കിൽ അവരുടെ ആ ജോലി ടെർമിനേറ്റ് ചെയ്ത് പോകുന്ന സമയത്താണ് നമ്മൾ അത് ലിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. എക്സിറ്റ് ഇന്റർവ്യൂ ആണ്. ഓക്കെ, A handover note is crucial during which process? A handover note is crucial during which process? Option A, joining a new company. Option B, an employee's resignation. Option C, a promotion. Option D, a departmental transfer. ഏത് സമയത്താണ് ഹാൻഡ് ഓവർ നോട്ടിന് ഇമ്പോർട്ടൻസ് ക്രൂഷ്യൽ ആവുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എന്താണ് ശ്രീലക്ഷ്മി ആൻസർ പറഞ്ഞു. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. an employee's resignation ശരിയല്ലേ? അഞ്ജന കറക്റ്റ് ആണ്. ഒരു എംപ്ലോയിയുടെ റിസൈൻ ചെയ്യുന്ന സമയത്ത്, റെസിഗ്നേഷൻ സമയത്താണ് അല്ലെ നമ്മൾ റിസൈൻ ചെയ്യുന്നതിന് മുൻപായിട്ട് അവരുടെ എല്ലാ ഒഫീഷ്യൽ ഡ്യൂട്ടീസും മാനേജ്മെന്റ് ഡെസിഗ്നേറ്റ് ചെയ്ത ഒരു വ്യക്തിയിലൂടെ ട്രാൻസ്ഫർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. ഓക്കെ, when the vacancies arise due to any reasons, dash has to be intimated to the proper channels. ചോദ്യം നമ്മൾ ശ്രദ്ധിക്കാം. If the vacancies arise due to any reasons, dash has to be intimated through proper channels. ആരെയാണ് ഇന്റിമേറ്റ് ചെയ്യേണ്ടത്? ഒരു വാക്കൻസി വന്നു കഴിഞ്ഞത് നമ്മൾ ആരുടെ അടുത്താണ് ഇന്റിമേറ്റ് ചെയ്യുന്നത്? പ്രോപ്പർ ചാനലിലൂടെ നമ്മൾ ഇന്റിമേറ്റ് ചെയ്യേണ്ടത് ആരോടാണ്? ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. HR മാനേജർ.
കൺട്രോൾ അല്ലെ. ഓക്കെ, HR മാനേജർ ആണ് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ HR മാനേജറിനെ പ്രോപ്പർ ചാനലിലൂടെ അറിയിക്കണം. ഓക്കെ, പിന്നെ അടുത്തത് ചോദ്യം ശ്രദ്ധിക്കാം. How are CVs received when there are no active vacancies typically handled? How are CVs received when there are no active vacancies typically handled? Option A, they are discarded immediately. Option B, they are stored, scrutinized and categorized for the future vacancies. Option C, they are sent to other companies. Option D, the applicants are called for an immediate interview. ചോദ്യം മനസ്സിലായവർക്ക്, അതായത് നമുക്ക് ഒരുപാട് CV-കൾ ലഭിക്കുകയാണ്, ഒരുപാട് റെസ്യൂംസ് ലഭിച്ചു. റെസ്യൂംസ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ സ്ഥാപനത്തിൽ ആക്റ്റീവ് ആയിട്ടുള്ള വാക്കൻസികളൊന്നുമില്ല. പ്രത്യേകിച്ച് വാക്കൻസി പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിലൊന്നുമില്ല, പക്ഷെ നമുക്ക് ഒരുപാട് CV-കൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ CV-കൾ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ശ്രീലക്ഷ്മി ആൻസർ പറഞ്ഞു, കറക്റ്റ് ആണ്, ഓപ്ഷൻ ബി ആണ് അല്ലെ. എന്താ ചെയ്യാ, they are stored, scrutinized and categorized for the future vacancies അല്ലെ. നമ്മൾ എന്ത് ചെയ്ത് സ്റ്റോർ ചെയ്യും, അത് നമ്മൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആൻഡ് കാറ്റഗറൈസ്ഡ് ഫോർ ദ ഫ്യൂച്ചർ വാക്കൻസി, ഫ്യൂച്ചർ വാക്കൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ അത് കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, പഠിത്തോ നിങ്ങൾക്ക് ഓരടിക്കുന്നുണ്ടോ? ഓക്കെ, കുറച്ച് പേര് മാത്രമേ ക്ലാസ്സിലുള്ളൂ. ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എല്ലാ കാര്യങ്ങളെ പറ്റി നല്ല ധാരണയുണ്ട്, പിന്നെ പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറെ കൂടെ നല്ലതായിരിക്കും. What does TA or DA stands for? നിങ്ങൾക്കറിയാലോ TA എന്ന് പറഞ്ഞ എന്താ? TA എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? TA എന്താണ്? നോ DA എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? TA എന്താണ്? ട്രാവൽ അലവൻസ് അല്ലെ, ട്രാവൽ അലവൻസ്. DA എന്താണ്? DA എന്താ? ഡിയർനെസ് അലവൻസ് കേട്ടോ, ഡിയർനെസ് അലവൻസ്. ഓക്കെ, ഒരു ചോദ്യം കൂടി ശ്രദ്ധിക്കുക കേട്ടോ, എന്നിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. തോന്നുന്നു എല്ലാവർക്കും ബോറടിച്ച് തുടങ്ങിയിട്ടു. ഓക്കെ, നമുക്കിനി ഈ മാസം അവസാനം വരെ നമുക്ക് ക്ലാസ് ഉണ്ടാവുള്ളൂ. ഫെബ്രുവരി 28 വരെ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ക്ലാസ് കിട്ടും, ഇല്ലേ? മോഡൽ എക്സാം ഇല്ല കേട്ടോ, മോഡൽ എക്സാം ഇല്ലാണ്ട നേരിട്ട് ഫൈനൽ എക്സാമിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പൊ അത് പഠിച്ചോളൂ, നല്ലപോലെ പഠിച്ചോണ്ടിരിക്കുക കേട്ടോ, പഠിച്ചു പോയിക്കോളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ഇനിയിപ്പോ മെറ്റീരിയൽ മാനേജ്മെന്റിന്റെ ഒരു റിവിഷൻ നമുക്ക് നടത്തണം. പിന്നെ ഈ പറയുന്ന പോലെ ഇൻഫെക്ഷൻ കൺട്രോളും പിന്നെ ഹോസ്പിറ്റൽ എത്തിക്സ് ആൻഡ് ലോസ് അതിന്റെയും കൂടെ നമുക്ക് റിവിഷൻ നടത്തണം. നോട്ടിച്ച് റിവിഷൻ ചെയ്തിട്ട് വേണം ക്ലാസ് അവസാനിപ്പിക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നു, വലിയ പ്രശ്നമില്ല, ക്ലിയർ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേ മൊഡ്യൂൾ 6-നകത്ത് മെറ്റീരിയൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, അതൊന്ന് ഓടിച്ച് വായിച്ചിട്ട് വരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കേ. ഞാൻ പറഞ്ഞ പഠിക്കാനായിട്ടല്ല, പഠിക്കാനുള്ള മിസ് പറഞ്ഞല്ല പറയുന്നത്, സമയത്തുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സമയം ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിക്കുക, തുടക്കം തൊട്ട് അവസാനം വരെ ഒന്ന് വായിച്ചൊന്ന് വരിക. അതിന് നമുക്ക് ക്ലാസ്സിൽ റിവിഷൻ നടത്തുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായി കേട്ടോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ചൊവ്വാഴ്ച നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. പിന്നെ നമ്മുടെ മറ്റേ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ
മൊഡ്യൂൾ 7 ആ ചാപ്റ്റർ കൂടെ നമുക്കൊന്ന് കവർ ചെയ്യാം കേട്ടോ. അപ്പൊ അത് രണ്ടും കൂടെ ഒന്ന് ഒടിച്ചു നോക്കി കഴിഞ്ഞാൽ അത്രയും റിവിഷൻ നമ്മുടെ കഴിയും. വ്യാഴാഴ്ച നമുക്ക് ഹോസ്പിറ്റൽ എത്തിക്സ് ലോസ് പരമാവധി കിട്ടുന്ന സമയത്ത് നമുക്ക് റിവിഷൻ ഉപയോഗിക്കാം. ക്ലാസ് എന്തെങ്കിലും കാരണവശാലൊക്കെ ക്ലാസ് മിസ്സായി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പിന്നെ റിവിഷന് പിന്നെ വേറെ സമയം കിട്ടില്ല. നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ളത് എനിക്കൊന്ന് നേരത്തെ പോർഷൻസ് തീർന്നാൽ റിവിഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്റെ റിവിഷൻ ഇപ്പോഴാണ് തുടങ്ങിയത്. അപ്പൊ അതെനിക്കൊന്ന് കവർ ചെയ്ത് തരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം കേട്ടോ. ഒരു കാര്യം ചെയ്യുന്നില്ല ഇപ്പൊ ഇത്ര സമയം ഇരുന്നല്ലോ, ഇനിയിപ്പോ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ ബോറടിക്കണ്ട, മൈൻഡ് അപ്പ് ചെയ്തോട്ടെ എന്നാ. അടുത്ത ക്ലാസ്സിൽ മെറ്റീരിയൽ മാനേജ്മെന്റ് വായിച്ചിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.